പ്രോപ്പർ വിസയെ കുറിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൻ്റെ അടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ വിസ എന്താണ്? ഈ പ്രോപ്പർ വിസ ഒരുപാട് ആളുകളെ അട്രാക്റ്റീവ് ചെയ്യുന്ന പ്രോപ്പർ വിസകൾ. അപ്പോൾ ഈ പ്രോപ്പർ വിസയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റൊരു വ്യക്തിയുടെ ഒരു ദുരനുഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് വലിയ സംഭവമാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് അവിടെ നടന്നിട്ടുള്ള ഒരു ട്രാജഡി ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാനാകും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും വിത്ത് എവിഡൻസോട് കൂടിയാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർ വിസയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇല്ലേ, അങ്ങനെ വന്നതാണ്. അതായത് നമ്മുടെ ഞങ്ങളുടെ കോട്ട വിസയാണ്. അപ്പൊ ഞങ്ങൾക്ക് 9 മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ 4 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി ഡിസംബർ വരെ ഞങ്ങൾക്ക് ഇതുണ്ട്, വർക്ക് അതായത് വിസ ഉണ്ട്. ബാക്കിയുള്ളൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് എന്താ വെച്ചാല് ഇവിടുത്തെ വർക്ക് പെർമിറ്റും ഉണ്ട് 12 ഈ ഡിസംബർ വരെയല്ലേ. പക്ഷെ ഞങ്ങളെ മറ്റേ ഇതില്ലേ, രജിസ്ട്രേഷൻ കാർഡൊക്കെ ആകുമ്പോ അത് കഴിഞ്ഞ ജൂലൈ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ എന്താ വെച്ചാല് ഞങ്ങളിപ്പോ അത് പെട്ടിരിക്കുക ഞങ്ങളിപ്പോ അവിടുന്ന് റിസൈൻ ചെയ്ത് അവര് ഞങ്ങക്ക് മോസ്കോ ഇന്ത്യക്കുള്ള ടിക്കറ്റ് ഒക്കെ തന്നു. പക്ഷെ ഞങ്ങള് മോസ്കോന്ന് നേരെ എക്സിറ്റ് അടിച്ചാണ്ട് വേറൊരു കമ്പനിയിൽ ഇപ്പൊ വർക്ക് ചെയ്യാണ്. അതായത് അത് ഇവിടുത്തെ ഒരു ഏജന്റ് വഴി വന്നാണ്. അതായത് ഒരു റഷ്യക്കാരി ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചാണ്. അവർക്ക് മലയാളം അറിയാം, റഷ്യക്കാരിയാണ്. അപ്പൊ അവര് വഴി ഇങ്ങനെ വന്നിപ്പോ ഇവിടെ ഒരു കമ്പനിയില്ല. അപ്പൊ നമ്മളിവിടെ പെല്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാ ഇത്. ഔട്ടർ മോസ്കോ നമ്മുടെ മറ്റേ ഇമിഗ്രേഷന്റെ ചെക്കിങ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല, ഒരു പട്ടിക്കാടാണിത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ കുറച്ച് വർക്ക് പ്രഷറായി. കാരണം ഇവന്മാര് ഞങ്ങളെ 15 മണിക്കൂറൊക്കെ എടുക്കണേ. രാവിലെ 8 മണിക്ക് വർക്ക് ചെയ്യുന്നവര് രാത്രി 11 മണി 12 മണി വരെയൊക്കെ പണിയെടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനത്തെ ഓരോ പ്രശ്നത്തിലാണ്. അപ്പൊ ബ്രോ വിചാരിച്ച എങ്ങനെയെങ്കിലും ഇനിയിപ്പോ ഈ റഷ്യയിൽ ഇനി സഹായം ചോദിക്കാൻ ആരുമില്ല. ഞങ്ങൾ കുറെ യൂട്യൂബേഴ്സ് മറ്റേ അവനൊക്കെ അല്ലേ, ഏത് നമ്മുടെ താടിക്കാരനൊക്കെ അല്ലേ, അവൻ വഴി ഞങ്ങൾ കുറെ ശ്രമിച്ചു. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ പൈസ എന്തെങ്കിലുമൊക്കെ തരാം, ഞങ്ങക്ക് വിസ മാറ്റാൻ പറ്റും. അപ്പൊ ആള് പറഞ്ഞു വിസ നമുക്ക് നാട്ടിൽ പോയി വരാതെ മാറ്റാൻ പറ്റൂല. പക്ഷെ ഇവിടെ വേറെ കുറെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് അങ്ങനെ മാറ്റണൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ ഞാൻ ബ്രോന്റെ വീഡിയോസ് കുറെ കണ്ടു. കുറെ ആൾക്കാരെ ഞാൻ ബ്രോനെ ഫോളോ ചെയ്യുന്ന ആളാ. അപ്പൊ ലാസ്റ്റ് വന്ന വിഷയങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു മറ്റേ യൂട്യൂബില്, മറ്റേ താടിക്കാരൻ മുട്ടതും വേറെ. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ഇതാക്കണം. അപ്പൊ ഇനി ബ്രോക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊരു കണ്ടന്റ് തരാം. ഞങ്ങളെ 5-6 പേര് ഇവിടെ കുടുങ്ങി കിടക്കുക, അത്രയും അവസ്ഥയിലാണ്. അല്ല ബ്രോ, ഞാൻ കണ്ടന്റിനല്ല സംഭവം. എന്താ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കിപ്പോ വന്നത് നിങ്ങൾ കോട്ട വിസയിലാണ്, എനിക്ക് മനസ്സിലായി. പെല്ലറ്റിന്റെ കമ്പനി അവിടെ ഒരു മലയാളി ഒരു റഷ്യക്കാരെ കല്യാണം കഴിച്ചത്. അന്ന് ആരോ ഒരിക്കൽ എന്നെ വിളിച്ച് പറഞ്ഞില്ല, ഒരു ഹോട്ടൽ ഫീൽഡിൽ അങ്ങനെ എന്തോ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു 12. ഇതങ്ങനെയല്ല, കാരണം ഞങ്ങള് വേറെ ഇന്റർവ്യൂ വഴി തന്നെ വന്ന നാട്ടിലെ ഏജന്റുമാര് വഴി. എനിക്ക് മനസ്സിലായി, നാട്ടിലെ ഏജന്റ് വഴി ഇവിടുത്തെ ഏജന്റായിട്ട് കണക്ട് ആയിട്ടുള്ള വന്നതാണ് നിങ്ങൾ. അപ്പൊ അത് സംഭവം ഒരു കോട്ട വിഷയമാണ്. അപ്പൊ നിങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയതല്ലേ? അതൊക്കെ എഴുതി പാസ്സായി. അപ്പോ സംഭവം ബ്രോക്കത് ഈ വേറൊരു കമ്പനിയിലേക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ആ കമ്പനീന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വേറെ കമ്പനിയിലേക്ക് മാറാൻ പറ്റില്ല ലീഗലി. അതായത് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലീഗലി ആയിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒന്നൊരു ഓപ്ഷൻസ് ഇല്ല. കാരണം ആ കമ്പനീന്റെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും മറ്റൊരു കമ്പനിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഏത് കമ്പനിയാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് ആ കമ്പനി നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ആ കമ്പനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു ഇൻസ്ട്രാന ഗ്രാജുവാൻ, അതായത് ഇന്റർനാഷണൽ സിറ്റിസൺ ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ ഇത്ര പൈസ കെട്ടിവെച്ചിട്ടായിരിക്കും ആ കമ്പനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ കമ്പനിനെ കബളിപ്പിച്ചിട്ട് വേറൊരു കമ്പനി പോയി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് പറ്റും.
പിന്നെ അത് കൂടാതെ നിങ്ങൾ ഏത് കമ്പനിയാണോ നിങ്ങളെ ജോലിക്ക് വെച്ചത് ആ കമ്പനിക്കെതിരെയും നിങ്ങളെ മുമ്പേ ഉള്ള കമ്പനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആ കമ്പനിയുടെ പെർമിഷൻ വേണം. അതായത് കമ്പനി പെർമിഷൻ കൊടുക്കണം. അതായത് റെഗുലേഷൻ ഇതില്ല റബൂത്ത്, അതായത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം, വർക്ക് പെർമിറ്റ് കാർഡ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, വേറെ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യാം. അവരുടെ പെർമിഷൻ വേണം ആ കമ്പനിയിൽ. അല്ലാത്ത പക്ഷം ഒരിക്കലും വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കമ്പനിയിലും ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരു കമ്പനികളും നിങ്ങളെ ഏറ്റെടുക്കാനൊന്നും തയ്യാറാവില്ല ഈ ഒരു പ്രശ്നം കാരണം. ഞങ്ങളിത് ഇതൊക്കെ അന്വേഷിച്ചു. പക്ഷെ എന്നാലും നമുക്ക് എന്താ വെച്ചാലേ ഇപ്പൊ ഇവിടെ 7 ദിവസത്തിന് എന്താ വിസയ്ക്ക് വന്നിട്ട് 1 വർഷം വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി നിന്ന് കുറച്ച് 2 പേരുണ്ട് ഇവിടെ വിസ ഇല്ലാണ്ടിട്ടാ. അതായത് അവര് നാട്ടിൽ നിന്ന് 7 ദിവസത്തെ വിസിറ്റിങ്ങിന് വന്നിട്ട് ഇവിടുന്ന് പല കമ്പനിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇപ്പൊ 1 വർഷം ആവാനായി. കാരണം അപ്പോ നമുക്ക് പിന്നെ അതേമാതിരി ഇവിടുന്ന് ഇപ്പോ എമിഗ്രേഷൻകാർ പിടിക്കുമ്പോഴാണ് വലിയ സീനത് വരുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിന്റെ വിഷയം വരിക. ഇതിപ്പോഴും അവർ ചാടി നിൽക്കുന്ന ഈ വിസയിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷെ ഇവർക്ക് ഇപ്പോൾ അതിന്റെ ആ ഒരു കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവത്തില്ല. അവരെ ശരിക്കും റഷ്യൻ ഗവൺമെന്റ് ഇതിന്റെ ലീഗലായിട്ടുള്ള ഒരു ലോ പ്രോപ്പർ ഇപ്പൊ ഓൾറെഡി സ്ട്രിക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു യും റഷ്യൻ ഗവൺമെന്റിനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇല്ലീഗലായിട്ട് നിന്നുകൊണ്ട് ഇല്ലീഗൽ മൈഗ്രന്റ് ആയി നിന്നുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തുകയും അതുകൂടാതെ പ്രഷനും ജയിലും അവരെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് കൂടാതെ ഒരുപാട് വേറെ ഡീപ്പോർട്ടേഷനുള്ള സാധ്യത, ഒരു 99% ഡീപ്പോർട്ടേഷനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ പിന്നെ ഒരിക്കലും റഷ്യ എന്നല്ല പല രാജ്യങ്ങളിലേക്കും അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരെ പാസ്പോർട്ടിൽ റെഡ് സ്റ്റാമ്പ് അടിക്കും. റെഡ് സ്റ്റാമ്പ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റു ഒരു രാജ്യത്തേക്കും അവർക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളല്ല. അല്ല, ഞങ്ങൾക്കിപ്പോ എന്തായാലും ഡിസംബർ വരെയുള്ള വിസ ഉണ്ട് കയ്യില്. അപ്പൊ ഇനിയിപ്പോ പിടിച്ചാലും നമുക്ക് മാക്സിമം കയ്യും കാലൊക്കെ പിടിച്ച് വിസ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയും ചെയ്യാലോ. വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വേറൊരു കമ്പനി നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാവണ്ടേ? അതാ ഞാൻ ചോദിക്കണം. ബ്രോക്ക് എന്തായാലും ഇവിടെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ലേ? അപ്പൊ നമുക്ക് ഈ വലിയ കമ്പനികളൊന്നും വേണ്ട. തൽക്കാലം ഒരു ഡിസംബർ വരെ പിടിച്ചിരിക്കാൻ പറ്റിയ ഏതെങ്കിലും 2-3 മാസം പിടിച്ചിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ അന്വേഷിച്ചോ. ഞങ്ങളിപ്പോ അങ്ങനെ ആക്കി തന്നതാണ് ഇപ്പൊ ഇവിടെ. അല്ല ബ്രോ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒന്നാമത് ഇപ്പൊ റഷ്യന്റെ മോസ്കോയിലൊക്കെ ആണെങ്കിൽ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞങ്ങളിപ്പോ മോസ്കോന്ന് ഒരു 100-150 കിലോമീറ്റർ. എനിക്ക് മനസ്സിലായി. കാരണം ഞാനിപ്പോ ഉള്ളത് എനിക്ക് മറ്റു റീജിയനായിട്ട് വലിയൊരു കണക്ഷൻ ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് മോസ്കോയിലാണ്. മോസ്കോയിലാണെങ്കിൽ ഇപ്പം റൂമിൽ കയറിയിട്ടൊക്കെയാണ് മൈഗ്രേഷൻ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വർക്ക് സൈറ്റിലേക്കാണ് ഇപ്പം പിടിച്ചുകൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ജയിലിലേക്ക്. അപ്പൊ ഞാൻ വേണമെങ്കിൽ പിള്ളേരെ വോയിസ് ക്ലിപ്പ് വരെ അയച്ചുതരാം. അതിപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കമ്പനികളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അതൊക്കെയാണ് വലിയ പ്രശ്നം. മറ്റൊരു കമ്പനീന്റെ കോട്ട വിസ ആയത് കാരണം ആണ് ഈ ഒരു വിഷയം വരുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ പെർമിഷൻ ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഐ ആം റിയലി ഹെൽപ്ലെസ് ബ്രോ. ഓക്കെ ബ്രോ. അല്ല, എന്നാ വേറൊരു ഇപ്പൊ നമ്മള് നാട്ടിൽ പോയി വരികയാണെങ്കിൽ ഇപ്പൊ എത്രയും ചെലവ് കാര്യങ്ങളൊക്കെ? നാട്ടിൽ പോയിട്ട് വരുമ്പോ ആ സമയം ഞാൻ പറയാം. ഇവിടുത്തെ എന്താ നോക്കിയിട്ട് ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ എത്ര ഇതൊക്കെ നോക്കിയിട്ട് പറയാം. കമ്പനീന്റെ ഇതനുസരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഏകദേശം എത്ര ആവുന്നാലും നമുക്ക് ഒരു അത് പറയാൻ പറ്റില്ല ബ്രോ. ഡിപ്പെൻഡ് ഓൺ കമ്പനിയാണ്. ഒരു കമ്പനിക്ക് അനുസരിച്ചായിരിക്കും വേണ്ടി ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കണം, രജിസ്ട്രേഷൻ എടുക്കണം, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ചെയ്യണം, നിങ്ങള് വർക്ക് പെർമിറ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഗ്രീൻ കാർഡ്, മെഡിക്കൽ, കുറെ കാര്യങ്ങളുണ്ട്. VFS ചെയ്യണം. അതെല്ലാം നോക്കിയിട്ട് കാൽക്കുലേറ്ററിൽ എമൗണ്ട് പിന്നെ കോൺട്രാക്ട് വേണം, ഗവൂർ വേണം, പ്രിഗ്ലഷേനി വേണം, പിന്നെ ഗ്യാരണ്ടി ലെറ്റർ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ടിക്കറ്റ്, അതൊക്കെ ആ സമയത്തുള്ള റേറ്റ്. ഇപ്പൊ ടിക്കറ്റിന്റെ ഫയർ മാറിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. നമുക്കൊരു എക്സാക്ട് റേറ്റ് പറയാൻ പറ്റില്ല. അത് ബ്രോ നാട്ടിൽ പോയി എത്തിയതിനു ശേഷം വിളിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്തുതരാം കേട്ടോ. പക്ഷെ ലീഗലായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങള് ആ ഒരു ടൈം കഴിയുന്നതിന് മുമ്പിലായിട്ട് നാട്ടിൽ പോവാം. കാരണം ആ ടൈം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അപ്പം വിഷയം വരും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബ്ലാക്ക് മാർക്ക് കാണിക്കും. അത് നിങ്ങൾ ചിലപ്പോൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല, നമുക്ക് വിസ ഉണ്ടാകുമ്പോ മാക്സിമം എങ്ങനെയൊക്കെ കഴിയുമ്പോഴും പിടിച്ചുകൂടെ ഒന്നുകൂടെ കുറച്ചുകാലൊക്കെ? വിസ ഉള്ളത് കാരണം വലിയ വിഷയമില്ല. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടല്ലോ. വർക്ക് പെർമിറ്റ് ഉള്ളത് കാരണം വലിയ വിഷയം വരില്ല. കാരണം കമ്പനീന്റെ പെർമിഷൻ വേണം.
ആ കമ്പനിയിൽ നിന്നുള്ള പെർമിഷൻ എടുക്കാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അതെ, ഞങ്ങളെ കമ്പനി വെച്ചാലേ മറ്റേ ഞാൻ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ വലിയ കമ്പനിയാ. അവർക്ക് ഇപ്പൊ നമ്മള് അവിടുന്ന് ചാടിയണോന്നോ പോയണോന്നോ അങ്ങനത്തെ വിഷയങ്ങളേ ഇല്ലാത്ത കമ്പനിയാണ്. അതാണ് പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ധൈര്യം. കാരണം ഞങ്ങളവിടുന്ന് ഒരുപാട് ഇന്ത്യക്കാർ പോയിട്ട് ഇപ്പൊ വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓസോണിലേക്കൊക്കെ പോയിട്ടുണ്ട് കുറെ ആൾക്കാര്. ഓസോൺ എന്നെല്ലാം പറഞ്ഞ പട്ടിപ്പണിയാണ്, നിങ്ങൾക്കറിയാലോ. അവിടെയൊക്കെ അവിടെ നിങ്ങൾ ഒരു ദിവസം കൂടെ നിൽക്കത്തില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട് ഓസോണത്തെ. നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഔട്ടർ മോസ്കോയിൽ എന്തെങ്കിലുമൊക്കെ വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ. ഞങ്ങളും കേട്ടു മോസ്കോയിൽ നല്ല ഇമിഗ്രേഷൻ ചെക്കിംഗ് ആണ്, പക്ഷെ ഔട്ടർ മോസ്കോ ആകുമ്പോ അത്ര വലിയ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പകല് പോലീസുകാരൊക്കെ ഔട്ടർ മോസ്കോ ചെക്കിംഗ് ഇല്ലാന്നല്ല, നിങ്ങൾ എക്സോട്ടിക് ആണ്. അതായത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ പിടിക്കപ്പെടും. അതാണ് ഞങ്ങൾ പിടിച്ചെന്നാളെ ഇവിടുന്ന് പോലീസ് പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ പാസ്പോർട്ടിൽ വിസ കണ്ടപ്പോ കുഴപ്പമില്ല. നിങ്ങൾ പുറത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല. നിങ്ങളെ കഴിയുമ്പോൾ പ്രോപ്പർ രജിസ്ട്രേഷനും റിസർവേഷനും ഇല്ല, റബ്ബൂട്ട് വർക്ക് പെർമിറ്റും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പുറത്ത് പിടിച്ചു കഴിഞ്ഞാലും. പിന്നെ വർക്ക് സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോഴും ഒക്കെ ആയ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ വരിക. പിന്നെ പ്രശ്നമില്ല, നിങ്ങൾ കഴിയുമ്പോൾ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ കമ്പനീന്റെ പെർമിഷനും കൂടി ഉണ്ടാവും. മറ്റേ കമ്പനി നിങ്ങൾക്കുള്ള പെർമിഷൻ അവർ ചോദിക്കും. നിങ്ങൾ ഈ കമ്പനിയിലല്ലേ ജോലിക്ക് വന്നത്, പിന്നെ എന്തിനാ ഈ കമ്പനി, ആ കമ്പനിന്റെ പെർമിഷന്റെ ലെറ്റർ ഉണ്ടോ ചോദിക്കും. ആ കമ്പനിന്റെ പെർമിഷൻ ലെറ്റർ ഇല്ലെങ്കിൽ ആയിരിക്കും വിഷയം വരിക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കബൂർ ചേഞ്ച് ചെയ്യണം, കോൺട്രാക്ട് ചേഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. ഞാന് ഒരുത്തൻ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിങ്ങനെ ചലച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രോപ്പർ വിസയിൽ വരൂ, അങ്ങനെ വരൂ, ഇങ്ങനെ വരൂ. ഞാൻ ഇതിൽ നിന്നും ഒരുപാട് കമ്മീഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആ പ്രോപ്പർ വിസ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മറ്റു ഏജന്റ് വഴി ഞാൻ പ്രോപ്പർ വിസയെ പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എനിക്ക് അതിൽ നിന്ന് വലിയ വരുമാനം കിട്ടുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ചില യൂട്യൂബേഴ്സ്, നമ്മുടെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഒരു നരഭോജി, അവൻ്റെ പേരാണ് ഈ കള്ള ജുബി, ഒരു തായോളി, ഒരു തലക്ക് സുഖമില്ലാത്ത പ്രാന്തൻ, മെന്റൽ, ഒരു വൃത്തികെട്ടവൻ, ഒരു താടി വെച്ച ചക്കപ്പല്ലൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇതൊക്കെയാണ് അവന് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡുകൾ. ഒന്നും അറിയില്ല, ഒരു മന്ദബുദ്ധി, വലിയ ആളാവാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ മുമ്പിൽ വന്നിട്ട് വലിയ ചലക്കും, കുറെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് ടാക്സ് അടക്കുന്ന കള്ളാസ്. എടാ നാറി, 2017 മുതൽ ഇന്ന് വരെ നീ ടാക്സ് അടച്ച കള്ളാസ് കാണിക്കടാ, എന്നിട്ട് ചലക്കടാ ഊളെ. പിന്നെ നീ വന്ന വിസ ഏതാണെന്നുള്ളത് എടുത്ത് കാണിക്കും പബ്ലിക്കിന് മുമ്പിൽ ആദ്യം. നീ ഇപ്പോഴും ടാക്സ് അടക്കുന്നുണ്ട്. നിനക്ക് സമസാനത്ത് എന്ന് പറഞ്ഞാൽ അറിയോ, ഇപ്പൊ എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അറിയോ, ഗോസ്ലുക്ക് എന്തെന്ന് പറഞ്ഞാൽ അറിയോ. പോടാന്നറി ചലക്കാതെ, നിനക്ക് തലക്ക് സൂലപ്പില്ലാത്ത പ്രാന്ത. അത് കൂടാതെ ഇവന്റെ വീഡിയോ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട് വീണ്ടും ബ്രേക്കിംഗ് ന്യൂസ്, അവന്റെ അണ്ടി മിസ്സായി എന്ന് പറഞ്ഞുകൊണ്ട്. അവന്റെ അണ്ടി മിസ്സായിട്ട് ആരെയും കിട്ടുകയാണെങ്കിൽ ഓന് ഇവനെ ഏൽപ്പിക്കണുണ്ടോ. ഇവന്റെ അണ്ടി അപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടി സൂക്ഷിക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ലടാ മരമണ്ട. നിന്റെ അണ്ടി മിസ്സായിട്ടുണ്ടെങ്കിൽ നീ അത് ബ്രേക്കിംഗ് ന്യൂസിലാണോ ഇടേണ്ടത്? നീ പോയിട്ട് കേസ് കൊടുക്കണോ അണ്ടി മിസ്സായി എന്ന് പറഞ്ഞുകൊണ്ട്. മാറി നിന്റെ പ്രോപ്പർ വിസയെ കുറിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പ്രോപ്പർ വിസ? അത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്, വിത്ത് എവിഡൻസോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർ വിസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആളുകൾ സമീപിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പിലെ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, എങ്ങനെയാണ് ഈ പ്രോപ്പർ വിസ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എത്ര സാലറി കിട്ടും, ഇതൊക്കെ ചെയ്ത് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ചെയ്ത് നോട്ട് രജിസ്ട്രേഷൻ ചെയ്ത്. ഇന്നലെ ഒരു പോലീസ് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഒരു ഗവൺമെൻറ് അംഗീകരിച്ച മറ്റേ ഇതിൽ പോയിട്ട് ചെയ്യണം എന്നൊക്കെ. പോലീസിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇതൊക്കെ അത് ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അതിൽ നിന്ന് എടുത്താന്ന് അറിയില്ല ഞാൻ. അപ്പോൾ അത് ശരിയാണ്, അത് ഗവൺമെൻറ് അംഗീകരിച്ച അമ്മിയുടെ ലൈസൻസുള്ള നടത്തുന്നതാണ് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് എനിക്ക് ഒന്നുമില്ലാന്ന്. എടാ എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. എൻ്റെ നാട്ടിൽ കൺസൾട്ടേഷൻ വഴിയാണ് ഞാൻ പിന്നെ എനിക്ക് അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാനല്ല വിസ കൊടുക്കുന്നത്, ഞാനല്ല കോൺട്രാക്ട് കൊടുക്കുന്നത്, ഞാനല്ല ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്, ഞാനല്ല ഒന്നും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാടാ നാറി നീ എന്നെ പേര് പറയുന്നു? പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ കുറേ കമൻറ്റുകൾ ഇട്ട്, എന്തിനാടാ നാറി നീ അത് ഡിലീറ്റ് ചെയ്യുന്നത്? നീ ഒരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നീ എന്തിനാണ് ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത്? ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആ സ്ക്രീൻഷോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് സ്ക്രീൻഷോട്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ചോദിച്ച ഇവൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞോലും എൻ്റെ വീഡിയോയിൽ ഒരാൾ വരുമ്പം അവൻ്റെ മുഴുവൻ ടാക്സ് അടച്ചിട്ടാണ്.
അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് എന്നുള്ളത്. എടാ 3 വർഷത്തേക്ക് വരുന്നവരെയുള്ള ടാക്സ് അടിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. ടാക്സിന്റെ കാര്യങ്ങളും ഇവിടെ വന്നതിന് ശേഷം മറ്റൊരു കമ്പനിയിലേക്ക് കയറുമ്പം ആ കമ്പനിയാണ് അവരുടെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, ആ കമ്പനിയാണ് അവരുടെ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ കുറേ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് മറ്റേ യൂട്യൂബിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറയും, കണ്ടോ ഇത് കണ്ടോ, നിങ്ങൾ പോസ് ചെയ്ത് കാണൂ, ഇത് കാണിക്കൂ. എടാ നാറി, 1000 സ്ക്രീൻഷോട്ട് ഞാൻ നിനക്ക് ഫേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്ക് ഞാൻ കാണിച്ചുതരാം. അതൊക്കെ ജെന്യൂൻ ആണെന്നാണോ നീ പറയുന്നത്? നീ എന്താ തലക്ക് സുഖമില്ല? ആദ്യം നിന്റെ ഡോക്യുമെന്റുകൾ എടുത്ത് കാണിക്കടാ. പലന്തൊക്കെ ഉണ്ടായ തായോളി, എന്നിട്ട് നാടോടിക്കുണ്ടായ ഒരു തായോളിയാണ് നീ. പോടാ നാറി, നിന്നെയൊന്നും വിശേഷിപ്പിക്കാൻ വേറെ പദങ്ങളൊന്നുമില്ല. നീ ആരെ ബ്രേക്കിംഗ് ന്യൂസിലിടുന്നു? നിന്റെ അച്ഛനെ കൊണ്ടുപോയിട്ട് ബ്രേക്കിംഗ് ന്യൂസിലിടാ നാറി. ബ്രേക്കിംഗ് ന്യൂസാ നിനക്കിങ്ങനെ ബ്രേക്ക് എന്തോ നിരഞ്ജനയോ എന്താ? ആ പെണ്ണ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ പെണ്ണിന്റെ കൂടെ എന്നെ നിർത്തിയിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടിട്ടുള്ളത്. എടാ നിന്റെ അണ്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇട്. നിന്റെ അണ്ടിയും നിന്നെയും കൂട്ടിച്ചേർത്തിട്ട് നിനക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടൂടെ? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് പ്രാന്തിന്റെ ഗുളക വേണമെങ്കിൽ ഞാൻ നിനക്ക് അയച്ചുതരാം കൊറിയറായിട്ട്. നിനക്ക് പ്രാന്താണോടാ നാറി? പോടാ തായോളി, പോയിട്ട് പണിയെടുത്ത് ജീവിക്കടാ മൈര. ആളെ വെറുതെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം. എടാ നിന്നെക്കുറിച്ചൊന്നും ഒരാളെ കുറിച്ച് വെറുതെ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരാളെ കുറിച്ച് ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് എവിഡൻസ് ഉണ്ടാവണം. കുറെ കാലം ഇരകളെ തേടി നടക്കുന്നു. നിനക്ക് ഇരനെ കിട്ടുമായിരിക്കും കുറെ കാലത്തിന് ശേഷം. ഇരനെ കിട്ടിക്കഴിഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം ഇരനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എന്താണ് സർവീസ് ചെയ്യുന്നത്, ആ സർവീസ് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇരനെ പിടിക്കാൻ നോക്കി അവരെ കുറെ കാലം ഇരനെ കിട്ടാൻ നടക്കുന്നത്. ഓരോ ആൾക്കാരെ വിളിച്ചു ചോദിക്കുകയാണ്, അവിടെ വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ വിളിക്കുക. ജാസിനെതിരെ പറയാൻ പറ്റുമോ, ജാസിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുമോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുതരാം. അങ്ങനെ ഓരോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ക്ലയൻസിനൊക്കെ വിളിച്ച് നിരന്തരം ഈ തായോളി, ഈ തലക്ക് സുഖമില്ലാത്ത പ്രാന്തൻ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാൻ ഇവന് തലക്ക് സുഖമില്ലേ? ഇവൻ നമ്മളൊക്കെ വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ സർവീസൊക്കെ ഒന്ന് പ്രോപ്പറായി ചെയ്തു തന്നിട്ടില്ലേ? പിന്നെ എന്താണ് ഈ തായോളിക്ക് ഇവനെന്താണ് പ്രാന്താണോ നമ്മളെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ? നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തു കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലയന്റിന് വേറെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് റെസ്പോൺസിബിൾ. ഒരാളെ ലൈഫ് ടൈം ഒന്നും നോക്കാനൊന്നും ഞാൻ ആരും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. എന്താണ് നമ്മളെ സർവീസ്, ആ സർവീസുകളൊക്കെ എന്താണ് അത് ചെയ്തു കൊടുക്കുക. ആ സർവീസുകൾ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പനിയുമായിട്ട് സംസാരിച്ച് ആ സർവീസുകൾ ചെയ്തു കൊടുക്കും. ആ സർവീസുകളുടെ അപ്പുറം ഒന്നും ഒരാളെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരാളെ ലൈഫ് ടൈം അവിടെ ഒരു ക്ലയന്റ് പോയിട്ട് അവിടെ കള്ളുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ വീണ്ടും വേറെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിലൊന്നും ഒരു കാര്യമില്ല. എന്താണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ പക്ക ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും. അല്ലാതെ ഒരാളെ ലൈഫ് ടൈം ഒന്നും ഒരാളെ ഏറ്റെടുക്കും. എടാ നാറി, എങ്ങനെയാണ് നീ പാവപ്പെട്ടവനെ സഹായിക്കുന്നു? പാവപ്പെട്ടവൻ ജോലിയില്ല, പാവപ്പെട്ടവന് അങ്ങനെയാണ്, പാവപ്പെട്ടവന് സഹായം കൊടുക്കണം, പാവപ്പെട്ടവന് സ്ഥലം കൊടുക്കണം, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവന് ജീവിതം കൊടുക്കണം, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഒരു പുണ്യാളാണെങ്കിൽ പാവപ്പെട്ടവന് നീ കുറച്ച് പൈസ നാട്ടിലേക്ക് ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് തന്നെ കുറേ പാവപ്പെട്ടവരുണ്ട്, അവരൊക്കെ നീ സഹായിക്ക്. നിനക്ക് അത്ര പാവപ്പെട്ടവരോട് ഇത്രയും സ്നേഹമില്ല ആളെ. എടാ പാവപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. പണം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാറി? ലോജിക്കായിട്ട് ചിന്തിക്കണം. മന്ദബുദ്ധി. പണം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിദേശത്തേക്ക് പോവോ ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റിന് പോകുന്നല്ലാതെ പണം ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ സെറ്റിൽ മാക്സിമം നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനല്ലേ നോക്കല്. വിദേശത്തേക്ക് പോയിട്ട് അവിടെ പണിയെടുക്കുമോ പോയിട്ട്? എടാ തലക്ക് സൂലാത്ത മെന്റലേ, നിന്നോട് നിന്നെ വിശ്വസിച്ച് കുറേ പൊട്ടന്മാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്ത് കണ്ടിട്ടാണ്? നീ തന്നെ കുറേ ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നീ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണോ? പൊട്ടന്മാരായിട്ടുള്ള കുറേ മന്ദബുദ്ധികൾ ഇവരെ സപ്പോർട്ടും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, പാവപ്പെട്ട ആൾക്കാരാണ് ഭൂരിഭാഗവും വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. എന്താണ് കാരണം? വിദേശ രാജ്യത്ത് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലെ കാര്യങ്ങൾ തീർക്കാമെന്നുള്ള ഉദ്ദേശത്തോടാണ് പാവപ്പെട്ട ആളുകൾ പോകുന്നത്. പിന്നെ ഈ പാവപ്പെട്ട ആളുകളെ പിന്നെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ വായോട് ചിലക്കുന്നല്ലാതെ പാവപ്പെട്ട ആളുകളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഉണ്ടാ, അവരെല്ലാം സഹായിക്ക്. എടാ നാറി, ഞാൻ നിന്നോട് പറയട്ടെ, എന്നെ നാറി എന്നല്ലാതെ വേറൊന്നും എനിക്ക് വേറൊരു പദമില്ല. പിന്നെ നരഭോജി, പിന്നെ അങ്ങനെയുള്ള കുറേ നല്ല പദമുണ്ട്. നായി, പട്ടി, തെണ്ടി, ഇതെല്ലാം നിനക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡാണ്. ഒരു ചക്കപ്പല്ലും വെച്ചിട്ട് ഇങ്ങനെ വലിയ കുരക്കും, ഒരു പട്ടി കുരക്കുന്ന പോലെ കുരക്കും. എടാ നാറി, നിന്റെ ഡോക്യുമെന്റ് എടുത്ത് കാണിക്കടാ. നിന്റെ ടാക്സ് അടിച്ച അന്ന് മുതൽ ഇന്ന് മുതൽ അടച്ച ടാക്സിന്റെ കണക്ക്. നീ ബിസിനസ് വിസയെ കുറിച്ച് പറയുന്നു. ബിസിനസ് വിസ അത് എങ്ങനെയാണ് ഇങ്ങനെയാണ്? നീ ബിസിനസ് വിസയിലുള്ള 2017 വന്ന നാറി. എന്നിട്ട് വരില്ല ആളാവാൻ നോക്കുന്ന യൂട്യൂബിന് മുമ്പിൽ വന്നിട്ട് പോടാ നായി, ചിലക്കാതെ പല പണിക്കും പോയി ജീവിക്കണം നാറി. എന്തൊക്കെയോ. പിന്നെ ഞാൻ കുറേ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് നിന്റെ വീഡിയോ. ഞാൻ
ആ സ്ക്രീൻഷോട്ട് ഇവൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ സ്ക്രീൻഷോട്ടൊക്കെ. അപ്പോൾ ഇവന് നീ ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയാണ്, നീ എന്തിനാണ് മാറി ആ സ്ക്രീൻഷോട്ടൊക്കെ ഡിലീറ്റ് ആയി കളയുന്നത്? പിന്നെ നീ ഒരാളെ കുറിച്ച് ബ്രേക്കിംഗ് നിരഞ്ജന മേഡം, നിരഞ്ജന ആരാടാ? നീ അവളെയാണോ കല്യാണം കഴിച്ചത്? നാറി, നീയും അവളായിട്ട് ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കണം നാറി. നീയല്ലേ, നീ കള്ളന് കഞ്ഞി വെച്ചവരാണ്. എന്നിട്ട് ഇവൻ പറയുന്നു ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കൂ, ഞാൻ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ എടാ നാറി, ഈ പ്രാന്തനെ വിളിക്കുന്നത് നിങ്ങളെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രാന്തായിട്ട് ഓടിയതാണ്, മെന്റൽ ഹോസ്പിറ്റലിൽ ഓടിയിട്ട് ഇവിടെ എങ്ങനെയല്ലോ എത്തിയാണ്, റഷ്യയിലെത്തിയ ഒരു പ്രാന്തനാണ്. മെന്റലിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധി വരില്ലാത്ത ഒരു നാറിയാണ്. ഒന്നൊരു മണ്ണാങ്കട്ടി അറിയില്ല ഇവന്. വെറുതെ നിങ്ങളെ മുമ്പിൽ ആളാൻ വേണ്ടിയിട്ട് കളിക്കുന്നതാണ് ഇവൻ. അടിച്ച് അവനെ 32 പല്ല് ഇളക്കണം നായിന്റെ. ഒന്നും അറിയില്ല, ഒരു മണ്ണാങ്കട്ടി അറിയില്ല, ഒരു മയിലും അറിയില്ല. ഈവൻ റഷ്യൻ ലാംഗ്വേജ് പോലെ ബബ്ബ എന്ന് പറയുന്ന ഒരു മയിലിനാണ് അവൻ. ഒരു പൊട്ടൻ ചില്ലാബിയൻസ്ക്ക് അവിടെ എവിടെ താമസിക്കുന്ന ഒരു മന്ദബുദ്ധി. ഇവൻ ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവന്റെ ഡോക്യുമെന്റുകൾ എടുത്ത് കാണിക്കത്തില്ലേ? അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? അവൻ ടാക്സ് അടച്ച കള്ളാസ് കാണിക്കില്ലേ? എനിക്ക് എന്താണ് സമസാനിയത്ത്, എന്താണ് ഇപ്പേ, എന്താണ് ഗോസസ്ലൂക്ക് എന്നൊക്കെ പറഞ്ഞതെന്ന് അറിയോ? പോടാ ഊളെ, ഒരു മയിലും അറിയാതെ വെറുതെ ഒന്ന് ചലക്കുന്നു. എന്നിട്ട് ഇപ്പം വലിയ ഡയലോഗ് ഇടുന്നു. ഒന്നും കാണിക്കാൻ പോകുന്നില്ല. നീ ടാക്സ് അടച്ച കള്ളാസും കാണിക്കാൻ പോകുന്നില്ല, നിന്റെ ഡോക്യുമെന്റുകളും കാണിക്കാൻ പോകുന്നില്ല, ഒന്നും നീ കാണിക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ വന്നിട്ട് കുറെ സ്ക്രീൻഷോട്ട്, ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട്, ആയിരക്കണക്കിന് സ്ക്രീൻഷോട്ട് ഞാൻ നിനക്ക് തരാം. ഫേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിനക്ക് കാണിക്കണോ? പോടാ നാറി, വലിയ ആളാവാൻ വേണ്ടിയിട്ട് പോട്ടാൻ. വല്ല പണിക്കും പോടാ നാറി. ഇങ്ങനെ യൂട്യൂബിന് മുമ്പിൽ വന്നിട്ട് ചിലക്കാൻ നിൽക്കും. നിന്നേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതാണ്. യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ചിലക്കുന്നു. ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരാൾ അസൂയ, കുശുമ്പ്. പോടാ നാറി, നിനക്ക് അസൂയ ഉണ്ടെങ്കിൽ വേറെ വലിയവരോടും പോയിട്ട് അസൂയ കാണിക്കുക, എന്നോടല്ല കാണിക്കണ്ടേ. കുറെ ആൾക്കാരുണ്ടല്ലോ, നിന്റെ കുറെ ചങ്ങായിമാരുണ്ടല്ലോ, അവന്മാരുടെ വീഡിയോ ഒക്കെ എന്താ നീ ഇടാത്തത്? നായിൻ്റെ മോനെ, നീ എൻ്റെ വീഡിയോ മാത്രം അവിടെ. നിനക്ക് ഞാൻ കുറേ പേര് അവന്മാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ആൾക്കാരെ വിസ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയുക, എടാ നീ തന്നെ വലിയൊരു മഹാനായ കള്ളനാണ്, നീ തന്നെ പെരുങ്കള്ളനാണ്, കള്ളന് കളഞ്ഞു വെച്ചൊരു നായിൻ്റെ മോനാണ് നീ. ആ നാറിയായ നിന്നെ വിളിച്ചിട്ട് എന്താണ് പറയാൻ വേണ്ടിയിട്ട്? പൊട്ടന്മാർ നിന്നെ വിളിച്ച് സംസാരിക്കും. വിവരവും വിദ്യാഭ്യാസവും ഇല്ല ആൾക്കാരാണെങ്കിൽ നിന്നെ വിളിച്ച് സംസാരിക്കത്തില്ല. എന്നെ വിളിച്ച് സഹായിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ തരടാ മാറി. ഓടാ തയോളി, പഴന്തൊക്കെ ഉണ്ടായ തയോളി, നാടോടിക്കുണ്ടായ ഒരു വൃത്തികെട്ട നായിൻ്റെ മോൻ. ആരെന്നാണ് എൻ്റെ വിചാരം? ഇത്രയും ഞാൻ ഇമോഷണൽ, എനിക്ക് ആണെങ്കിൽ ഇമോഷണൽ ആകുന്ന ഒരാളല്ല. കാരണം എനിക്ക് നിരന്തരമായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടാൻ, അവൻ്റെ അണ്ടി മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടാണ്. എടാ തായോളി, ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്നതിന് മുമ്പിലായിട്ട് നീ ആലോചിച്ച് ഒരാളെ കുറിച്ച് മോശമായി ഉന്നയിക്കുന്നു, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബ്രേക്കിംഗ് ന്യൂസ് ഇടാം. അല്ലാതെ നിന്റെ അണ്ടി മിസ്സായതൊന്നുമല്ല ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇടുക. നിന്റെ അണ്ടി മിസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ അണ്ടിന്റെ ഫോട്ടോ കൂടി എടുത്തിട്ട് തമ്പനയിൽ വെച്ചിട്ട് നീ ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്ന മാറി. ഞാൻ ആരോടും പറഞ്ഞിട്ട് എന്നെ വിശ്വസിച്ച് റഷ്യയിൽ വരണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. വരുന്നവർ വന്നാൽ മതി, ഓക്കെ? നീ വലിയ ഡയലോഗൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ ഇമോഷണലായി സംസാരിച്ചു. ഇവൻ ഈ നായിൻ്റെ മോൻ ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടോട് എന്ത് ബ്രേക്കിംഗ് ന്യൂസ്? കാരണം ഇവൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്നതാണ് നായിൻ്റെ മോൻ. ഞാൻ ഇവൻ്റെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ച് ഞാനും വിടത്തില്ല. ഈ നാറി പിരാന്തരാണവൻ, തലക്ക് സുഖമില്ലാത്തൊരു നാറി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. കുറേ തെറികൾ വിളിക്കേണ്ടി വന്നു, ക്ഷമിക്കുക എല്ലാവരും. കാരണം വെച്ചാൽ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം. ആർക്കും നിങ്ങളെ കുറച്ച് നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ അവന് ദേഷ്യം വരും, ഇല്ല കാര്യം പറയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തെറികളൊക്കെ വിളിക്കേണ്ടി വന്നു. ആ തെറികളൊക്കെ നല്ലതിന് വേണ്ടി ഞാൻ വിനിയോഗിച്ചിട്ടുള്ളത്. കാരണം ഞാൻ വെറുതെ ഒരാളെ തെറി വിളിക്കുന്ന ഒരാളല്ല. കാരണം ഇവൻ തെറി വിളിപ്പിക്കും. ഒരു മണ്ണാങ്കട്ടി അറിയത്തില്ല, ഒരു താടിയും വെച്ച്, ഒരു ബുള്ളിനെ പോലത്തെ ഒരു സാധനം, വലിയ താടിയും ഒരു തൊപ്പി ഇട്ടിട്ട് അടിച്ച് അവൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടിക്കണം നായിൻ്റെ മോനെ. കൈമ കെട്ടിക്കഴിഞ്ഞാൽ പിടിച്ചിൻ്റെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ തേക്കാത്ത ചുമന്നിങ്ങനെ വരക്കണം നായിനെ. ഈ പൊട്ടണവൻ. അപ്പോൾ ഓക്കെ, ബൈ, സോറി.